ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഇപ്പോൾ മാൻ യുണൈറ്റഡ് ആണ് സെസ്കോക്ക് വേണ്ടിയിട്ടുള്ള ഡീലിൽ മുന്നിൽ നിൽക്കുന്നത്. സെസ്കോക്ക് മാൻ യുണൈറ്റഡ് മതി എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ ബെൻ ജേക്കബും അതുപോലെ ഫ്ലെറ്റംബർഗും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത് നിലവിൽ രണ്ടു പേരായിട്ടും പേഴ്സണൽ ടൈംസ് എഗ്രീഡ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ റൊമാനോ പറയുന്നത് ഈ യുണൈറ്റഡ് തന്നെയായിരുന്നു താരത്തിന്റെ പ്രിഫറൻസ്. ഒരു ഹൈ സാലറി ഒക്കെ നിലവിൽ ന്യൂകാസിൽ ഓഫർ ചെയ്തിരുന്നു വെച്ചു. പക്ഷെ തനിക്കത് വേണ്ട, യുണൈറ്റഡിൽ തന്നെ നിന്നാൽ മതി എന്നാണ്, യുണൈറ്റഡിലേക്ക് തന്നെ പോയാൽ മതി എന്നാണ് നിലവിൽ സെസ്കോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തെ കരാറാണ് താരം നിലവിൽ പേഴ്സണൽ ടൈംസ് എഗ്രി ചെയ്തേക്കണം. 2030 വരെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പ്ലസ് ഒരു 1 ഇയർ ഓപ്ഷനും കൂടി നിലവിൽ ചിലപ്പോൾ വയ്ക്കുമായിരിക്കും. ഇപ്പോൾ ഡീലിന്റെ സ്ട്രക്ചറിൽ ഇഷ്യൂ ഉണ്ട്. കാരണം ലെപ്സിക്ക് നമ്മൾ പറയുന്ന സ്ട്രക്ചറായിട്ട് അവർ ഒത്തുപോർന്നിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നിലവിലുള്ളൊരു ടോക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഹിയർ വി ഗോ കേൾക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് നിലവിൽ. ആൻഡ് ഇപ്പോ ഡേവിഡ് ഡോൺസൺ അത് കഴിഞ്ഞൊരു ബോംബ് നിലവിലിപ്പോ പൊടിച്ചിട്ടുണ്ട്. കാരണം ബലേബയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ബലേബയായിട്ട് ഒരു ടോക്ക് ബ്രൈറ്റനായിട്ടും നിലവിൽ ഒരു ടോക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷെ ബ്രൈറ്റന് നിലവിൽ ബലേബനെ വിടാൻ താല്പര്യമില്ല. ഒരു സീസണും കൂടി നിർത്തിയിട്ട് വിടാനാണ് താല്പര്യം. പക്ഷെ ഈ ഡീല് പുഷ് ചെയ്യാൻ കഴിഞ്ഞാൽ മാൻ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിലെ പ്രോബ്ലം എന്തായാലും തീരും. കാരണം നമുക്കറിയാം ബലേബ മിഡ്ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ പ്രസ് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ ലോങ് ബോൾ ഇടും. അത്യാവശ്യം ഏരിയയിലെല്ലാം നല്ല ഒരു എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. നമുക്ക് ഈ ഡീല് എങ്ങനെയെങ്കിലും പുഷ് ചെയ്യാൻ കഴിയണം. കാരണം ഈ ലില്ലിന്ന് വന്ന നമ്മുടെ ലില്ലിയിലായിരുന്നു ആദ്യം നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന വെച്ചത്. ഈ ലെനിയോറൊക്കെ അറിയാം, നേരത്തെ ലെനിയോറന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന വെച്ചാണ്. പിന്നെ അതുപോലെ എംബിയുമ ഒരു കാമറൂണിയനാണ്. അതുപോലെ ഒനാന. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീൽ എങ്ങനെയെങ്കിലും പുഷ് ചെയ്താൽ എന്തുകൊണ്ടും യുണൈറ്റഡിന് നല്ലൊരു പുള്ളപ്പ് തന്നെ ആയിരിക്കും ഇത്. പക്ഷെ ബ്രൈറ്റൺ വിഡോ ഇല്ലേന്നാണ് ഇതുവരെയായിട്ടും. ബ്രൈറ്റന് നിലവിൽ വിൽക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുന്നു. അത് അവർക്ക് പേയ്മെന്റ് കൂട്ടാനാണോ ഇല്ലയെന്ന് നിലവിൽ അറിയില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ബലേബ ഇതുവരെയായിട്ടും യുണൈറ്റഡിനെ റിജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ക്യാമ്പായിട്ടുള്ള ടോക്സ് നടത്താൻ പോകുന്നു എന്നാ പറയുന്നത്. ഒരു ഇനീഷ്യൽ കോണ്ടാക്ട് നൽകി, അതിൽ ബ്രൈറ്റിന് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ യുണൈറ്റഡ് എങ്ങനെയെങ്കിലും ഈ ഡീല് എങ്ങനെയെങ്കിലും പുഷ് ചെയ്യാൻ നോക്കും. ഇനിയോസ് എന്തായാലും ഒരു മാഡായിട്ടുള്ള ഡിസിഷൻ എടുക്കണം. ഒരു പ്രീമിയർ ലീഗ് പ്രൂവൻ തന്നെയാണ്. അപ്പൊ ഈ ഡീല് നടക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.